ഇനിയിപ്പോ സ്വർണം വാങ്ങാൻ കഴിവില്ലെങ്കിൽ റോൾഡ് ഗോൾഡ് വാങ്ങിയാലും പോരെ. ഈ മനുഷ്യൻ ഇയാൾ അതുപോലും ഇടില്ലല്ലോ. അസ്ഥി കൊണ്ടുള്ള മാലകളൊക്കെയാണ്. കയ്യിൽ നല്ലൊരു പാത്രം, നല്ലൊരു മൺപാത്രം വാങ്ങിക്കൂടെ? കപാലമാണ്. ഒരു മനുഷ്യന്റെ ശിരസ്, അതിന്റെ മാംസഭാഗങ്ങൾ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന തലയോട്ടിയെയാണ് ഭിക്ഷാപാത്രമായിട്ട്. ഇതെങ്ങനെ ഒരാൾക്ക് അടുത്ത് പോവാൻ പറ്റും? അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ ഒന്ന് ഭയക്കും അല്ലെ? ഒരു തൃശൂലൊക്കെ കയ്യിൽ പിടിച്ച്, രക്തമിറ്റിറ്റ് വീഴുന്ന പുലിത്തോലൊക്കെ ധരിച്ച്, ആകെ പ്രാകൃതനായിട്ടുള്ള ആളെ കണ്ടാൽ നമുക്ക് തന്നെ അടുത്തു പോവാൻ ഭയമാവും. ഇങ്ങനെയുള്ള ഒരാളെ എന്തിനാ പാർവതി തപസ് ചെയ്യേണ്ടത്? അതാണ് ഭഗവാൻ ചോദിക്കുന്നത്. അതേപോലെയാണ് ഇവിടെയും ശിവനിന്ദയെ ചെയ്യുന്നത്. അതിക്രൂരനാണ്. ഇനി എന്റെ പുത്രി സതിയെ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാളെ അല്ലാതെ കൂടെ താമസിപ്പിച്ചിട്ടുണ്ട്, അതും ദക്ഷൻ പറയുന്നുണ്ട് ഇവിടെ. മറ്റാരും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തില് ജടയുടെ ഉള്ളിലൊരാളുണ്ടല്ലോ അല്ലെ, ഒരുത്തിയുണ്ടല്ലോ. അങ്ങനെ ഭാര്യ കൂടെ ഉണ്ടായിരിക്കെ മറ്റൊരു സ്ത്രീയെയും രഹസ്യമായി പാർപ്പിച്ചിരിക്കുന്ന ആളാണ്. അത് പ്രസിദ്ധമാണ് ആ വിഷയം എന്നാണ്. ആർക്കും അറിയില്ല എന്നാണ്. പൂച്ച പാല് കുടിക്കുന്നത് പോലെ എന്നാണ്. അത് കണ്ണടച്ചേ കുടിക്കൂ, അതിന്റെ വിചാരം ബാക്കി ആരും കാണാനില്ല എന്നാണ്. അതേപോലെ ഇയാളുടെ കൂടെ ഭാര്യയായിട്ട് സതിയുണ്ട്. പോരാത്തതിന് ജടയില് വേറൊരു സ്ത്രീയെ ഒളിപ്പിച്ചിട്ടുണ്ട്, ഗംഗ അല്ലെ. ഇനി ഘോരനാണ്. ഇങ്ങനെയുള്ള ഒരാളെ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ഇതൊക്കെ കേട്ട ദധീജി കരുതി ഇങ്ങനെയുള്ള ഈ പാപിയായ, മഹാപാപിയായ ഇവനോട് സംഭാഷണം ചെയ്യുന്നത് പോലും ഉചിതമല്ല. മോഹം കൊണ്ട്, മഹാമോഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദക്ഷൻ പറയുന്നത്. ഇവിടെ നിൽക്കുന്നതും ഭംഗിയല്ല എന്ന് കരുതി ദധീജി അവിടുന്ന് ഇറങ്ങിപ്പോവാൻ തുടങ്ങുകയാണ്. എന്തായാലും ഒടുവിൽ പറഞ്ഞു, ശ്രീപരമേശ്വരന്റെ മഹത്വത്തിനെ തെറ്റായി ധരിച്ചിട്ട് ശിവനിന്ദയെ ചെയ്യുന്നത് ദക്ഷ നിന്റെ അറിവില്ലായ്മയാണ്. യാതൊരു സംശയവും വേണ്ട, ആ മഹേശ്വരൻ സർവാത്മാവാണ്, പരബ്രഹ്മമാണ്. സർവലോകങ്ങൾക്കും ഇപ്പോൾ അദൃശ്യമാണെങ്കിലും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവത് കാരുണ്യം കൊണ്ട് ആ സുന്ദരരൂപം ദൃശ്യമാവും. ഇനി ദക്ഷ, നീ കരുതുന്നു ശിവൻ ദിഗംബരനാണ്. എന്നാൽ ആ ദിഗംബരത്വം അതിനൊക്കെ കാരണമുണ്ട് എന്നാണ്. അതിന് കാരണം എന്താണ്? ഒരിക്കൽ കുറച്ച് മഹർഷിമാർ ദാരുകവനത്തിൽ പ്രവേശിച്ചു എന്നാണ്. അവരുടെ മനസ്സ് ദുഷിച്ചിരുന്നു എന്നാണ് ആ സമയത്ത്. നമ്മൾ ദുഷ്ടബുദ്ധിയോടുകൂടി, ദുഷ്ടവിചാരത്തോടുകൂടി, ദുഷ്ടലാക്കോടുകൂടി ഒരിടത്ത് കയറി ചെന്നാൽ ആ ഇടം പോലും അശുദ്ധമാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, ക്ഷേത്രദർശനം ചെയ്യുമ്പോൾ ശുദ്ധിയോടുകൂടി വേണം, മനഃശുദ്ധിയോടുകൂടി എന്നാണ്. ശരീരശുദ്ധി മാത്രം പോരാ. ശരീരശുദ്ധാക്കാൻ നമുക്ക് പല ഉപായങ്ങളുണ്ട്. നല്ല വസ്ത്രം ധരിക്കാം. ഇനി വസ്ത്രത്തിന് പോരായ്മയുണ്ടെങ്കിലും നല്ല ശരീരത്തിന്റെ വിയർപ്പിന്റെ ഗന്ധമൊന്നും വരാതിരിക്കാൻ നല്ല സുഗന്ധദ്രവ്യങ്ങൾ ധരിക്കാം, നല്ല ആഭരണങ്ങൾ ധരിക്കാം. പക്ഷെ ഇതുകൊണ്ട് മാത്രമൊന്നും ശുദ്ധമാവില്ല. മനസ്സില് ദുർവിചാരങ്ങൾ ഉണ്ടാവരുത് എന്നാണ്. തെറ്റായ വിചാരങ്ങളോടുകൂടി, ദുർവിചാരങ്ങളോടുകൂടിയിട്ട് ഒരു ശുദ്ധിയുള്ള ഇടത്ത്, പവിത്രമായൊരിടത്ത് പ്രവേശിക്കരുത്. അപ്പൊ കുറേയേറെ മഹർഷിമാർ ദാരുകവനത്തിൽ കർമാന്ധന്മാരായിട്ട് ദുഷിച്ച മനസ്സോടുകൂടി പ്രവേശിച്ചു എന്നാണ്. അവരൊക്കെ ഇങ്ങനെ കർമ്മഠന്മാരായിട്ട് കുറെ കർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരുന്നു. ഭക്തി ഉണ്ടായിരുന്നില്ല അവർക്ക് എന്നാണ്. അപ്പൊ അവർക്ക് അവരുടെ കർമ്മഠത്വം മാറി, അവരുടെ ദുഷിച്ച മനസ്സിന്റെ ആ ഭാവം മാറി, അവരെ ഭക്തന്മാരാക്കി തീർക്കണം, അവർക്ക് മംഗളം പ്രദാനം ചെയ്യണമെന്ന് കരുതിയിട്ടാണ് എന്തായി ഭഗവാൻ അതിനുവേണ്ടി ആ ദാരുകാവനത്തിൽ
ദിഗംബര രൂപത്തിൽ പ്രവേശിച്ചു എന്നാണ്. അവിടെ ഇച്ഛാക്രിയ, ഇച്ഛാജ്ഞാനം ക്രിയ, അതിന്റെ പ്രതീകമാണ് ഇച്ഛാജ്ഞാന, ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി. അതിന്റെ പ്രതീകമാണ് ശ്രീപരമേശ്വരന്റെ കയ്യിലെ ത്രിശൂലം. നമ്മൾ ഇന്നലെ പറഞ്ഞു ത്രിത്വം. ശക്തികൾ 3 തരത്തിൽ പറയും: ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി. അപ്പൊ അതിന്റെ പ്രതീകമായിട്ട് ത്രിശൂലം ധരിച്ചുകൊണ്ട് പരാശക്തി സ്വരൂപമായിട്ടുള്ള കപാലം ധരിച്ച് ദാരുകാവനത്തിൽ പ്രവേശിച്ചു. എന്നാൽ ദിഗംബരനാണ്, വസ്ത്രങ്ങളൊന്നുമില്ല. അപ്പൊ അത് കണ്ടിട്ടാണ് അവിടെയുള്ള ആ മഹർഷിമാർ അതുവരെ അവരിൽ ഉണ്ടായിരുന്ന കർമാന്ധത അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന പലതരത്തിലുള്ള അജ്ഞാനവും നീക്കാൻ വേണ്ടി, അവരുടെ ആ മായയെ നീക്കാൻ വേണ്ടിയിട്ട്, അവരെ ബാധിച്ചതായിട്ടുള്ള മായാമോഹത്തെ നീക്കാൻ വേണ്ടിയിട്ടാണ് ശരീരബോധമില്ലാത്തവനായി എന്നാണ്. നമുക്ക് ദിഗംബരനായിട്ടൊന്നും നടക്കാൻ പറ്റില്ല. അങ്ങനെ വഴി കൂടി നടന്നാൽ നമ്മളെ നാട്ടുകാർ പിടിച്ച് ആശുപത്രി കൊണ്ടിടും, വസ്ത്രമൊന്നും ധരിക്കാതെ ഇറങ്ങി നടന്നാൽ. പക്ഷെ നമുക്കങ്ങനെ നടന്ന ഒരു കാലമുണ്ട്, വിവസ്ത്രനായിട്ട്. എപ്പോഴായിരുന്നു? കുട്ടിക്കാലം. അമ്മയുടെ മടിയിലിരിക്കണ കണ്ട രാജാവാണെന്ന് തോന്നും. ഒരു ട്രൗസർ പോലും ഇട്ടിട്ടുണ്ടാവില്ല ചെറിയ പ്രായത്തില്. ആ സമയത്ത് നമുക്കത് അരോചകമല്ല. ഒരു ചെറിയ കുട്ടി വസ്ത്രമില്ലാതെ കിടന്നാലും നിന്നാലും ഇരുന്നാലും കാണുന്നവർക്ക് അരോചകമായിട്ട് തോന്നില്ല. നേരെമറിച്ച് നമ്മളുടെ മനസ്സിൽ വികല്പങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ, നമ്മളുടെ മനസ്സിന്റെ വികല്പങ്ങളാണ് പുറം ലോകത്തിലും നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും. നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ എന്താവുന്നു? ബിംബം ശുദ്ധമാണെങ്കിലല്ലേ പ്രതിബിംബം ശുദ്ധാവൂ. കുളിമുറിയിലെ കണ്ണാടി മേടിച്ചുകൊണ്ട് വച്ചപ്പോ നല്ല രസമായിരുന്നു, നല്ല ക്ലീനായിരുന്നു. ഒരു 6 മാസം കഴിഞ്ഞ് നോക്ക്, ഈ സോപ്പിന്റെ പതയും പൗഡറും അതൊക്കെ തെറിച്ചിട്ട് വെള്ളത്തിന്റെ ഇതും എല്ലാം കൂടി കണ്ണാടി ആകെ മങ്ങിയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നല്ലവണ്ണം തുടച്ചു നോക്ക്. അപ്പൊ ബിംബം, കണ്ണാടിയില് ആ പ്രതിബിംബം തെളിഞ്ഞു കാണണമെങ്കിൽ ബിംബം ശുദ്ധമാവണം. നമ്മുടെ സങ്കല്പങ്ങൾ ശുദ്ധമായാലേ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ശുദ്ധി ഉണ്ടാവുള്ളൂ, പറയുന്ന വാക്കിന് ശുദ്ധി ഉണ്ടാവുള്ളൂ. അപ്പോ ഉള്ളു ശുദ്ധാവണം. അപ്പൊ ഇവരുടെ അതിനെ നീക്കാൻ വേണ്ടി എന്നാണ്, അവരുടെ ഉള്ളിൽ വന്നിട്ടുള്ള വികലമായ ചിന്തകളെ നീക്കാൻ വേണ്ടിയിട്ടാണ് ദിഗംബരത്വം സ്വീകരിച്ചത് എന്നാണ്. അജ്ഞാനത്തെ നീക്കുക, അവരിൽ ജ്ഞാനം നിറയ്ക്കുക. അവിദ്യയെ നീക്കുക, അവരിൽ വിദ്യയെ നിറയ്ക്കുക. ശരീര അഭിമാനം നീക്കിക്കളയുക. അപ്പൊ അതാണ് ദിഗംബരത്വം എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യക്ഷത്തിൽ ദിഗംബരനായി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ ഒരു താത്വികമായ വർണ്ണനയാണ്. അങ്ങനെ അവരിലെ ആ ദാരുകവനത്തിലുണ്ടായിരുന്ന മഹർഷിമാരുടെ ആ ഒരു മോഹത്തെ നീക്കി അവരെ ഭക്തന്മാരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രവേശിച്ചത് എന്ന് പറഞ്ഞു. പിന്നീട് തുടർന്ന് ആ ഭഗവാന്റെ മഹത്വത്തെ കാണിക്കുന്നതായ ചില സൂചനകൾ കൂടി കഥാരൂപത്തിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദക്ഷയാഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ നിർത്തേണ്ട സമയം ആയിക്കഴിഞ്ഞു. നിർത്തിയിട്ട് 2 മണിക്ക് വീണ്ടും ആരംഭിക്കാം. ദക്ഷയാഗത്തിന്റെ ബാക്കി കഥാഭാഗങ്ങൾ തന്നെയാണ് ഇന്നത്തെ പൂർണ്ണമായിട്ടുള്ള നമ്മൾ കേൾക്കുന്നതായ കഥ. നാളെ 2ാമത്തെ ഭാഗത്തിലേക്ക് കടക്കും. അതായത് പാർവതി ആവിർഭാവം, പാർവതി ചരിതം, പാർവതി പരിണയം തുടങ്ങിയിട്ടുള്ള കഥകളെ ഒക്കെയാണ് നാളെ നമ്മൾ കേൾക്കുക. 3ാം ദിവസമായ മറ്റന്നാളാണ് സ്കന്ദ അവതാരം, സ്കന്ദ പട്ടാഭിഷേകമൊക്കെ വരിക.
അപ്പൊ നമുക്ക് ഈ ഓരോ ദിവസവും ഈ 6 ദിവസമേ ആകെയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ 6 ദിവസമാക്കി ചുരുക്കിയത് എന്ന് ഇന്നലെ പറഞ്ഞു. ഇന്നലെ ആകെ 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഒരു 40 പേരെ തികച്ചു കാണുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, എന്തുകൊണ്ടാണ് ഈ വലിയ പുരാണം, പുരാണങ്ങളിൽ വെച്ച ഏറ്റവും വലിയ പുരാണമാണ് സ്കന്ദപുരാണം. ഭാഗവതമൊക്കെ ഇതിന്റെ ശരിക്കു പറഞ്ഞാൽ 6-1 വരൂ. ഭാഗവതത്തിന്റെ 6 ഇരട്ടിയുണ്ട് സ്കന്ദപുരാണം. അപ്പോ ഭാഗവതം സപ്താഹമായിട്ടാണ് നമുക്ക് കേട്ട് പരിചയമെങ്കിൽ സ്കന്ദപുരാണം 41 ദിവസമാണ്. വൃശ്ചിക 1 സ്കന്ദപുരാണം തുടങ്ങിയാൽ ധനു 11 സമാപിപ്പിക്കാം.